ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ സുസ്മിതയെ കഴുത്തിനെ പിടിച്ച് സത്യഭാമ പുറത്താക്കി കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചെന്ന് ഒട്ടും മനസ്സിലാക്കാൻ നിൽക്കുന്ന നമ്മുടെ സുസ്മിതയോട് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്ന ഷാനി. കാരണം ഇപ്പോൾ തന്നെ ആദ്യം കണ്ടുപിടിച്ച വ്യക്തിയാണ് സുസ്മിത എന്നൊക്കെ വെല്ലുവിളിച്ചല്ലേ സുസ്മിത ഷാനിയുടെ മുന്നിൽ നിന്ന് പോയത്. പക്ഷേ ആ ഉടായ്പിനെ കാലും മേലിൽ ഉടായ്പകൾ കാണിക്കുന്നവരെ പൂട്ടാനുള്ള തന്ത്രം പഠിച്ചവളാണ് ഷാനി എന്നത് ഇന്ന് ഷാനി എങ്ങനെയാണ് ചെയ്തതെന്ന് സുസ്മിതയോട് ഡയറക്റ്റായിട്ട് പറയുമ്പം സുസ്മിത ശരിക്കും ചമ്മി പോവാണ് കേട്ടോ. നോക്കുന്നതിന് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനായി ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ കമൻസിന് ഷെയർ സൈസിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ സുസ്മിത എന്താണ് ഈ അടിയൊക്കെ എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലാക്കി സുസ്മിത അവിടെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഷാൻ ഞങ്ങൾ അകത്ത് കയറിപ്പോകും. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ നമ്മുടെ പിള്ളേർ രണ്ടുപേരും എന്താണ് പുറത്തുണ്ട്. അവർ രണ്ടുപേരും ആ ഒരു ടോക്കിംഗ് ക്യാക്ടസിനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വിഷ്ണുവിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതായത് സത്യമുള്ള അച്ഛൻ്റെ കാര്യം പറയുന്നത്. എൻ്റെ അച്ഛൻ വിളിച്ചില്ല എന്ന ദിവസം എൻ്റെ അച്ഛൻ എവിടെ ആയിരിക്കും, എൻ്റെ അച്ഛൻ തിരക്കിനകത്താണോ എന്നെ വിളിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒന്ന് അച്ഛനെ വിളിച്ച് നോക്കട്ടെ എന്നൊക്കെ അവർ പരസ്പരം സംസാരിക്കുവാണ്. അപ്പോൾ ഇതെന്താ സംസാരിക്കുന്നത് നമ്മൾ അതൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ സുസ്മിത ഈ പിള്ളേരെ നോക്കിയിട്ട് ശരിക്കും ദേഷ്യത്തി. ഈ നിങ്ങൾ രണ്ടെണ്ണത്തിൻ്റെ കാര്യത്തിൻ്റെ സത്യാവസ്ഥ ഞാൻ പൊളിക്കാൻ വന്നതാണ്, പക്ഷേ എനിക്ക് പറ്റില്ല എന്നാൽ ഞാൻ അടങ്ങുന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ രണ്ടു പേർക്കുള്ള പണി ഞാൻ മെല്ലെ വെച്ചിട്ടുണ്ടെന്ന് ആ പിള്ളേരെ നോക്കിയിട്ട് പോലും അത്ര എന്താണ് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന സുസ്മിത നാണം കെട്ട് ഇറങ്ങിപ്പോകുന്നതന്നെ പറയാം. പക്ഷേ നമ്മുടെ ഷാനി അകത്ത് വരുമ്പോഴത്തേക്കും ഷാനിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ആ ഒരു താക്കോലുണ്ടല്ലോ, ആ താക്കോൽ അങ്ങ് സത്യഭാമ കൈമാറുവാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് താക്കോൽ കൊടുത്തിട്ട് ഇനി ഈ വീട്ടിൻ്റെ മരുമകൾ മാത്രമല്ല ഈ വീട്ടിൻ്റെ ഗ്രഹനാഥ കൂടി ഷാനിയാന്ന് തന്നെ പറഞ്ഞങ്ങ് താക്കോൽ കൊടുക്കുക. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നമ്മുടെ ഷാദാമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ ആ സമയത്താണ് ഒരാളുടെ എൻട്രി. അത് മറ്റാരുമല്ല, ഗോപാലകൃഷ്ണൻ, ഷാനിയുടെ അച്ഛൻ്റെ വരവാണ് കേട്ടോ. അപ്പോൾ ഷാനിയുടെ അച്ഛനെ കാണുമ്പോൾ ആദ്യം സത്യഭാമയ്ക്ക് വേറെ എന്താണ് എതിർപ്പൊന്നുമില്ല. ഷാനിയുടെ അച്ഛൻ ഈ സത്യഭാമ പറയുന്ന ഡയലോഗുകളും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുവാണ്. കാരണം ഷാനി ഇത്രമാത്രം വാനോളം പുകഴ്ത്തി ഷാനിയും വിഷ്ണുവും തമ്മിലുള്ള ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു. കാരണം തന്നെ എൻ്റെ കയ്യിലെ പിടിവാശി തന്നെയാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിരിയാൻ പാടില്ല. എന്നും ഷാലിനി മോൾ ഈ വീട്ടിൽ തന്നെ കാണുക. ഈ വീട്ടിൽ എൻ്റെ മകളുടെ തുല്യ സ്ഥാനത്തേക്കാകും ഷാലിനി ഇവിടെ കാണുന്നതൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങ് എന്താണ് സന്തോഷത്തിന് തുടങ്ങിയിരിക്കും. പക്ഷേ ഷാലിനിയുടെ മുഖത്ത് അത്ര സന്തോഷമില്ല. കാരണം ഈ താക്കോലും മേടിച്ച് ഇനി ഇവിടുത്തെ മരുമകൾ അതായത് ഗ്രഹനാഥയായി വാഴാൻ പറയുന്ന ഷാലിനിയോട് സത്യഭാമ വെച്ചിരിക്കുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് മറ്റൊന്നുമില്ല, ഷാലിനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ട്വിസ്റ്റ്. ഷാലിനി ആ താക്കോൽ എന്താണ് കൈ മേടിക്കുന്നെങ്കിലും തിരിച്ചങ്ങ് ഷാനി ആ താക്കോൽ കൊടുക്കുവാണ്. കാരണം എൻ്റെ കാര്യത്തിൽ സത്യഭാമ തന്നെ സ്വന്തമായി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ തീരുമാനം മറ്റൊന്നുമല്ല, സത്യമോളെ കൂടെ കൂട്ടാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ്. പഴയ അതേ പല്ലവി തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് സത്യഭാമ. ഇതൊന്നും അറിയാതാണ് വിഷ്ണുവിൻ്റെ അച്ഛനും എല്ലാവരും നിന്ന് ഈ സത്യഭാമയുടെ നന്മയെ കണ്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരമാണ് ഷാനി എന്നാണ് ഈ താക്കോൽ തിരികെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, സത്യാമ്മയ്ക്ക് സത്യാമ്മയുടെ മകനെ വിട്ടുതരാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. സത്യാമ്മയ്ക്ക് സത്യാമ്മയുടെ മകൻ എത്രമാത്രം വലുതാണോ അതുപോലെ തന്നെ ഞാൻ പ്രസവിച്ച എൻ്റെ മകളാണ് സത്യ. ആ മകൾ എനിക്ക് അതുപോലെ തുല്യമാണ്. എന്നോട് ക്ഷമിക്കണം, ഈ താക്കോൽ എനിക്ക് മേടിക്കാൻ കഴിയത്തില്ല. ഇത് സത്യാമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കാരണം ഇപ്പം ഞാൻ ഈ താക്കോൽ സ്വീകരിച്ചാൽ സത്യാമ്മ പറയുന്നതെല്ലാം ഞാൻ അംഗീകരിക്കേണ്ടി വരുമ്പോൾ എൻ്റെ മകളെ ഉപേക്ഷിക്കുക എന്നൊരു കാര്യം എനിക്ക് ഒരിക്കലും സാധിക്കത്തില്ല. അത് സാധിച്ചിട്ട് എനിക്ക് ഒന്നും തന്നെ നേടേണ്ട ആവശ്യമില്ല. വിഷ്ണുവായിട്ട് ഞാൻ തമ്മിലുള്ള ജീവിതമല്ലേ, അത് ഇത്രയും കാലം ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചത്. ഇനിയും അതിനകത്ത് സത്യമോൾ പാടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ആ ഒരു ജീവിതം വീണ്ടും വേണമെന്ന് ഞാൻ തീരുമാനിക്കത്തില്ല. സത്യാമ്മ എന്നെ വന്ന് വിളിച്ചതിനും എന്നെ ഇവിടം വരെ ക്ഷണിച്ചതിനും എന്നെ ഇത്രമാത്രം ഇവിടെ സ്നേഹിച്ചതിനൊക്കെ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഞാൻ സത്യാമ്മ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആക്ഷേപിക്കാൻ വേണ്ടി പറയുമല്ല. പക്ഷേ ഇന്ന് ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മകളോട് ഞാൻ ചെയ്യുന്ന അനീതിയായി പോകുന്നൊക്കെ ഷാനി അവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും അതിനെ കൈയടിക്കുകയാണ് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, സത്യാമ്മേ നിങ്ങൾ കാണിക്കുന്ന കാര്യമുണ്ടല്ലോ, ഒരു മനുഷ്യൻ ലോകത്തെ കാണിക്കുക, നിങ്ങൾ സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കും, പക്ഷേ നിങ്ങൾ പുറങ്കാല് കൊണ്ട് അടിക്കും. നിങ്ങളുടെ ചതിയാണിത്. ഷാനി ഇവിടെ മനഃപൂർവ്വം വിളിച്ച് ആക്ഷേപിക്കാൻ നിങ്ങൾ ചെയ്ത ചതി തന്നെയല്ലേ ഇത്. കാരണം നിങ്ങൾക്ക് ഒരു കാരണവശാലും ഷാനിയെ അംഗീകരിക്കാൻ പറ്റും, പക്ഷേ എന്നിരുന്നാൽ ഷാനിയുടെ മകൾ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ളപ്പോൾ ഏത് അമ്മയാണ് നിങ്ങൾ പറയുന്നത് കേട്ട് വരാൻ പോകുന്നത്? അവളൊരു അമ്മയല്ലേ, അവളൊരു പച്ചയ മനുഷ്യത്തെയല്ലേ. നിങ്ങളുടെ ജമ്മിത്തരമൊക്കെ ഭയങ്കരമാണ്. ആ ജമ്മിത്തരത്തെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരി, എന്നാൽ എല്ലാം ശരിയെന്ന് ചിന്തിക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മകനെ നിങ്ങളൊന്ന് വിട്ടു തരാമോ? അവനും കൂടെ ജീവിക്കണം എന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം. എന്നാൽ ആ രണ്ട് പേരും കൂടെ മാറിപ്പോയി താമസിച്ചിട്ട് അത് നിങ്ങൾ തയ്യാറാകത്തില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് നിങ്ങളുടെ മകനെ വിട്ടയക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അപ്പം ആ മകൻ ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് പോലും നിങ്ങൾക്ക് അവനെ വിട്ട് പിരിഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ സത്യമുള്ളൊരു പൊടി കുഞ്ഞല്ലേ, ആ പൊടി കുഞ്ഞിനെ വിട്ടിട്ട് ഷാലിനി നിങ്ങളുടെ കൂടെ വന്ന് സന്തോഷത്തോടെ കഴിയണം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? നിങ്ങളൊരു മനുഷ്യത്തെയാണോ, നിങ്ങളൊരു അമ്മ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാം ഞെട്ടിപ്പോകും. വിഷ്ണുവിന് അമ്മയോട് അത്രയ്ക്ക് ദേഷ്യം വരും. കാരണം അമ്മ പഴയ അതേ ട്വിസ്റ്റ് തന്നെയാണ് ഇപ്പോഴും ഇവിടെ വെച്ചിരിക്കുന്നുള്ള കാര്യം വിഷ്ണു അറിഞ്ഞില്ല. വിഷ്ണു വിചാരിച്ചത് അമ്മ എല്ലാ രീതിയിലും മാറി അമ്മ വളരെ സ്നേഹത്തിൽ ഷാലിനെ സ്വീകരിച്ചെന്നൊക്കെ ചിന്തിച്ചിരുന്ന വിഷ്ണുവിൻ്റെ മനസ്സിൽ അമ്മയോട് അത്രയ്ക്ക് ദേഷ്യം വരിക. ആ ദേഷ്യത്തിനൊപ്പം തന്നെ
നമ്മുടെ സത്യഭാമയുടെ മുന്നിൽ വെച്ച് ഇന്ന് വരെ പ്രതികരിക്കാത്ത ഒരാളുണ്ട്, നമ്മുടെ ശാരദാമ്മ പറയുന്നത്, നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമാണ് അതുപോലെ തന്നെയാണ് എൻ്റെ മകൾക്ക് അവളുടെ മകൾ സത്യയും അതുപോലെ തന്നെ വിഷ്ണുവിന് നിങ്ങൾക്ക് എത്ര പ്രധാനമാണോ അതുപോലെ സത്യമോൾ എൻ്റെ ശാലിമുക്ക് അത്ര പ്രധാനമാണ് സത്യമേ. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ശാരദാമ്മ പറയുമ്പോൾ നമ്മൾ സത്യഭാമ ഞെട്ടിപ്പോകും. കാരണം ശാരദാമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്നൊക്കെ കേട്ട് നിങ്ങൾ സത്യം പറയുക. ശാരദാമ്മ നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുക, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് അവളെ എല്ലാം മറന്ന് സ്വീകരിച്ചാണ്. മകൻ വിഷ്ണുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് എല്ലാം മറന്ന് ഷാനിയോട് എല്ലാം ക്ഷമിച്ച് നിങ്ങളുടെ വീട്ടിൽ വരെ വന്ന് ഞാൻ അവളെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അവളെ അത്രമാത്രം എൻ്റെ മൂത്ത മരുമകൾ എന്ന സ്ഥാനത്തിൻ്റെ അത്ര അംഗീകാരം കൊടുത്താണ് ഞാൻ അവളെ അത്രമാത്രം അംഗീകരിച്ച് കയറ്റിയത്. ഞാൻ അവൾക്ക് കൊടുത്ത സ്ഥാനങ്ങളും അവൾക്ക് കൊടുത്ത അംഗീകാരം നിങ്ങളെല്ലാവരും കണ്ടല്ലേ. എന്നിട്ട് എന്നെയാണ് ഇപ്പോഴും നിങ്ങൾ കുറ്റം പറയുന്നത്. എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്താ ആലോചിക്കാതെ? എൻ്റെ മകൻ്റെ ഭാര്യയെ മാത്രമല്ല എനിക്ക് അവളെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. സത്യമോളെ എനിക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് എല്ലാവരും മുന്നിൽ വെച്ച് പറയും നമ്മുടെ ശാരദ പറയുന്നത്. ഇനി ഇത് സംസാരിച്ചിട്ട് കാര്യമില്ല സത്യാമ്മ, പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും സത്യാമ്മയുടെ അതേ ഭാഷയിൽ നിന്ന് സംസാരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ ഭാഷയിൽ നിന്ന് സംസാരിക്കുന്നു. രണ്ടുപേരും ഇത് എവിടെ എത്താൻ പോലെ. ഷാനി മോളെ വാ നമുക്ക് ഇറങ്ങാൻ വന്നിട്ട് രണ്ടുപേരെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ഷാനി പറയുന്നത്, സത്യമോളെ മറന്നിട്ടുള്ളൂ ഒരു സ്ഥാനം എനിക്ക് വേണ്ടതുകൊണ്ട് സത്യം എന്ന് പറഞ്ഞാൽ ഷാനി അവിടെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടമാണ്. കാരണം സന്തോഷം കയ്യിൽ വന്നു എന്ന് പ്രതീക്ഷ വിഷ്ണുവിൻ്റെ മുന്നിൽ നിന്ന് ആ സന്തോഷം എന്നേക്കായി മാഞ്ഞു പോവുകയാണ്. അനി ശാരദാമ്മയ്ക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് സത്യമോളും പപ്പിമോളും കൂടെ താഴെ ഫംഗ്ഷൻ തുടങ്ങിക്കാണെന്നിട്ട് വരിക. അപ്പം ഫംഗ്ഷൻ തുടങ്ങിക്കാണെന്ന് കുട്ടികൾ വരുമ്പോഴത്തേക്കും ഫംഗ്ഷൻ അവിടെ കൊണ്ട് തീർന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം കുട്ടികൾ പറയും, ഫംഗ്ഷൻ കഴിഞ്ഞോ അമ്മ, എന്നെ അപ്പോഴേ പറഞ്ഞില്ലേ പപ്പി, ഫംഗ്ഷൻ കഴിഞ്ഞാണെങ്കിൽ അപ്പോഴേ പറഞ്ഞല്ലേ, നമ്മളവിടെ മിണ്ടിയും പറഞ്ഞ സമയം പോയതുകൊണ്ട് നമ്മൾ അറിഞ്ഞതേ ഇല്ല പപ്പി എന്ന് പറഞ്ഞ് നമ്മുടെ സത്യമോൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഷാനിയുടെ മുഖത്ത് കരഞ്ഞിരിക്കുന്നത് കണ്ട് നമ്മുടെ പപ്പിമോൾക്ക് എന്തോ സംശയം തോന്നും. ഇതെന്താ ചേച്ചിയമ്മയുടെ മുഖം കരഞ്ഞിരിക്കുന്നത്? സത്യയുടെ മുഖത്തേക്ക് പോയി നോക്കുന്നത് ഷാനി മുഖം മാറ്റി പിടിച്ചിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ആന്ന് മാത്രം പറയുന്നേ ഉള്ളൂ. അപ്പം ബാ മോളെ നമുക്ക് ഇറക്കാൻ വന്നിട്ട് ഷാനി എന്താണ് സത്യമോളുടെ കൈയും പിടിച്ചിടുമ്പോൾ സത്യമോള് നമ്മുടെ പപ്പിമോൾക്ക് ബായൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് സന്തോഷമായിട്ട് ഇറങ്ങണം. കാരണം സത്യമോൾക്ക് എന്താ അവിടെ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലായില്ല. പപ്പിമോൾ ചിന്തിക്കുക, ചേച്ചിയമ്മ ഇനി ഇവിടെ തന്നെ കാണുന്നത്, ചേച്ചിയമ്മ സത്യം വിളിച്ചുകൊണ്ട് പോവാന്നല്ലോ, അപ്പോൾ എന്ത് പറ്റി ഇതിനിടയ്ക്കത് വീണ്ടും എന്തോ പ്രശ്നം ഉണ്ടായല്ലോ എന്നൊക്കെ നമ്മുടെ പപ്പിമോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ മുഖവും രാഘവേട്ടൻ്റെ മുഖമൊക്കെ ഭയങ്കര ദേഷ്യത്തിരിക്കുകയാണ്. അപ്പം പപ്പിമോൾ നമ്മുടെ ഷാനി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉടൻ തന്നെ നമ്മുടെ സത്യഭാമ പറയുക, അവർക്ക് ഞാൻ എന്തൊക്കെ അവരോട് ചെയ്തിട്ട് അവരെ എന്നെ അംഗീകരിക്കത്തില്ല, എൻ്റെ കയ്യിലാണ് തെറ്റിരിക്കുന്നത്, എനിക്കെങ്ങനെ അവൾ അംഗീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് സത്യാമ്മ എന്താണ് സത്യാമ്മയാണ് ന്യായമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് അലയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ രാഘവൻ പറയുന്നത്, സത്യാമ്മ പറഞ്ഞ എന്താണ് ബാമയെ തെറ്റിരിക്കുന്നത്, നിൻ്റെ കയ്യിലല്ലേ തെറ്റുകൾ മൊത്തം, നീ ഇതേ കാര്യം തന്നെയല്ലേ ശാലിയുടെ വീട്ടിൽ പോയി മുന്നേ ആവശ്യപ്പെട്ടത്, വിഷ്ണുവിൻ്റെ ഭാര്യയായി മാത്രം വരാനും അതുപോലെ സത്യമോളെ ഉപേക്ഷിച്ച് കളയാൻ. അന്ന് അവളത് സമ്മതിച്ചല്ലോ, പിന്നെ ഇന്ന് മാത്രം നീ ഒരു താക്കോൽക്കൂട്ടം കൊടുത്താൽ മാത്രം അത് അവൾ സമ്മതിക്കും, നിനക്ക് എങ്ങനെ കരുതാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാഘവേട്ടൻ അവിടെ കിടന്ന് അലയ്ക്കുവാണ്. സത്യഭാമ എന്താണ് റെസ്ക്യൂവിന് വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. അപ്പം വിഷ്ണു പറയാം, അമ്മ ഒരു കാലത്ത് നന്നാവില്ല, ഞാൻ വിചാരിച്ച അമ്മ എല്ലാം വന്ന് സ്നേഹത്തോടെ ഷാനിയും സത്യമോളെ അംഗീകരിക്കാൻ പോകുന്നു, പക്ഷെ അമ്മ അതല്ല ചെയ്ത. അമ്മയ്ക്ക് ഇന്ന് അമ്മയുടെ പിടിവശം, അമ്മയ്ക്ക് മകൻ്റെ സന്തോഷമൊന്നുമല്ല വലുത്, അമ്മയ്ക്ക് അമ്മയുടെ വാശി ജയിക്കുക എന്നുള്ളത് മാത്രമാണ് വലുത് വന്നിട്ട് വിഷ്ണു അമ്മയെ വെറുക്കുന്ന രീതി സംസാരിക്കുമ്പം സത്യഭാമയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. എന്നെ അന്നല്ലോ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്, ഞാൻ എന്ത് ചെയ്യാനാണ് വന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് സത്യഭാമയുടെ തല അങ്ങ് താഴ്ന്നിരിക്കുവാണ്. അപ്പോൾ സത്യഭാമ എന്താണ് ചിന്തിക്കുവാണ്, എങ്ങനെയും വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് ആ ഒരു സങ്കടം മാറ്റാനായി എൻ്റെ മകൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്, ഞാൻ ഷാനിയെ എങ്ങനെ അംഗീകരിക്കും, ഷാനിയും സത്യമോളെ ഞാൻ കൊണ്ടുവരുമെന്ന് നമ്മുടെ സത്യഭാമ മനസ്സിൽ ചിന്തിക്കുന്നതും കാണിച്ചാണ് അടുത്ത എപ്പിസോഡ് എന്നു പറയുന്നത്. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണാൻ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, കമൻസ് ഷെയർ ആരും മറക്കണം കേട്ടോ. ഇനി അങ്ങോട്ടേക്കുള്ള എപ്പിസോഡ്സ് എന്ന് പറയുന്നത് വമ്പൻ ട്വിസ്റ്റുകളാണ്. കാരണം ഇവിടെ വിഷ്ണു സത്യഭാമ രണ്ടുപേരെയും സ്വഭാവത്തിൽ വൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. വിഷ്ണുവിന് സത്യഭാമയുടെ സ്വഭാവവും സത്യഭാമയ്ക്ക് വിഷ്ണുവിൻ്റെ സ്വഭാവം കിട്ടിയൊന്നു പോലും നമ്മൾ സംശയിക്കാൻ പോകുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകൾ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കാണാതിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കാണാം, ബൈ.